ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ പാലിറക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഫ്ലാഷ് നോക്കി കാണിച്ചു തരാം കേട്ടോ. പോത്തപ്പന്മാരൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇന്ന് എല്ലാവരും കിടപ്പിലാണ്. പശുക്കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പാലിറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ കഴിയാറായാ ഞാൻ എണീറ്റ് വന്ന് ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്കില്ലേ മിക്കു എണീറ്റ് കരഞ്ഞു. ശബ്ദം കേട്ടാ? അവൻ എണീറ്റ് കരഞ്ഞു. നോക്കുമ്പോൾ ബെഡിൽ കിടക്കണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് തൊട്ടിയിൽ കിടത്തി ആട്ടി ഉറക്കിയിട്ട് വന്നതാണ് കേട്ടോ. അല്ലാതെ അവൻ ഈ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ശരിയായില്ല. പിന്നെ ഫുൾ ആ ദിവസം അലമ്പായിരിക്കും, കരച്ചിലായിരിക്കും. അപ്പോൾ അതാ പാലിറന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ശരി, നമുക്കിപ്പോൾ കുറച്ച് വൈക്കോലെടുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇവിടത്തേക്ക് വളം വാരിയതാണ്. ഇവിടുത്തെ വളം ഞാൻ വാരാം. വളമൊന്നും കാണാനുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വൈക്കോൽ ഇട്ട് കൊടുക്കാം കേട്ടോ പശുവിന്. അവളതും വറുത്ത് നിന്നോട്ടെ. നമുക്ക് വൈക്കോൽ കൊണ്ടിട്ട് കൊടുക്കാം. അപ്പം ഇവിടെയാണ് വളം ഇട്ട് വെച്ചിരിക്കുന്നത്. വെറുതെ ഇല്ല, അവിടെ നിന്ന് ഇവിടെയൊക്കെ ഉണ്ട് അടിച്ച് വൃത്തിയാക്കി. പുല്ലോട്ടി വൃത്തിയാക്കണമെന്നുണ്ട് കുറേ. കുഞ്ഞു പിന്നെ അങ്ങനെ തിന്നില്ല. കുഞ്ഞുവിനിപ്പോൾ പാല് കുടിക്കേണ്ട ഒരു ഇതിലാണ് കുഞ്ഞു നിൽക്കണം കേട്ടോ. കുഞ്ഞിനെ കുടിക്കാൻ വിടാനാണ് അപ്പോൾ കറക്കണത്. നല്ല കാര്യം. ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായേ. എന്താ പറഞ്ഞാൽ അവളുടെ ഇല്ലേ ആ വലിയ കാമ്പില്ലേ, ആ വലിയ കാമ്പിൻ്റെ പുറകിൽ ശരിക്കും നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടായിട്ട് മുറിയില്ലേ, അതുപോലെ മുറിഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ അപ്രത്യക്ഷമായിട്ട് കണ്ടാണ്. ആ കണ്ടപ്പോഴാണ് ഞാൻ അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കറക്കുമ്പോൾ ആ കാമ്പിൻ്റെ പുറകിലുള്ളത് നമുക്ക് കാണാൻ പറ്റണില്ല. സംഭവം അത് മുറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാലിറക്കട്ടെ. നമുക്കപ്പോഴേക്കും വളം ഇടുന്നുണ്ട്. അതൊക്കെ വാരിതാ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാട്ടോ. രണ്ടാമത് കുടിപ്പിച്ചിട്ട് അപ്പോൾ കറക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അമ്മ പശു അല്ല കുഞ്ഞു പശു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുടിപ്പിക്കാണ്ട് കാരണപ്പോൾ അപ്പോൾ പറയണത് ആദ്യത്തെ കറവിൽ തന്നെ അത്യാവശ്യം 4 ലിറ്റർ പാലിൻ്റെ അടുത്ത് കിട്ടിയെന്ന് പറയണത്. ഏതാണ് പാലും പത്രം? ഞാൻ അതിലെ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഈ കുപ്പിയിൽ. ഇന്നലെ ഈ കുപ്പിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചു. ഇത് നമ്മുടെ പശുവിൻ്റെ അകടി തേക്കാനുള്ള പൊടിയാണ് കേട്ടോ. എണ്ണയിൽ ചാലിച്ചിട്ട് ഇത് പിന്നെ നമ്മൾ പുൽത്തൈലില്ല അങ്ങനത്തെയാണ് കേട്ടോ. കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. അതുപോലെ നല്ല മണത്തിന്, ഇത് നല്ല മണത്തിന് മാത്രം യൂസ് ചെയ്യണതാണ്. ഒരു ഡ്രോപ്പ് ഇട്ടിച്ചാൽ മതി വെള്ളത്തിൽ. അപ്പോൾ കൊതുക് തിരിയൊക്കെ കൊടുത്ത് വെച്ച് പാലിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാലിറക്കട്ടെ കേട്ടോ. അപ്പോൾ വീക്കോസ് വീണ്ടും എണീറ്റ്. അപ്പോൾ ഞാൻ വീണ്ടും പോയി ഉറക്കിയിട്ട് വന്നാണ്. അതാ അവന് ഉറക്കം മതിയായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തന്മാരൊക്കെ ഇടി കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ കറന്ന് പാൽ കൊടുക്കാൻ വേണ്ടി സൊസൈറ്റിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പശുക്കുട്ടിയും അമ്മണി പശുവൊക്കെ നിൽക്കുന്നുണ്ട്. വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി ക്ലീൻ ചെയ്യണം നല്ലോണം. അതിന് ഇവർ 2 എണ്ണ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 7-8 മണി മുമ്പ് നമ്മൾ വെയിലിത്തിരി വരുമ്പോൾ പുറത്തുകൊണ്ട് കെട്ടണം കേട്ടോ. കെട്ടുന്ന സമയത്ത് എവിടെയൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മു മോൻ മാറ്റി പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്. അതാണ് ഇതിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാറും തലോടാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ കറക്റ്റായി അറിയുന്നില്ല. അവൾ തല തിരിച്ചാലേ കാണുള്ളൂ. മടി നമ്മളവിടെ ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ പുറവൻ നോക്കിച്ചൂല് വെക്കാൻ വേണ്ടിയിരുന്നാണ്. പോടാറ് നമുക്ക് ക്യാമറ ഒരാട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ക്യാമറയൊക്കെ ഒരാട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വളം വരാനും വൈക്കോലൊക്കെ അടിച്ചു കൂട്ടി വൃത്തിയാക്കി വെക്കാൻ വെച്ചു കേട്ടോ. വളമൊക്കെ നമ്മൾ അപ്പോഴേ വാരിക്കളഞ്ഞു. ഇനി നമുക്കവിടെ ക്ലീനിങ് ചെയ്യാനുള്ളൂ കേട്ടോ, അടിക്കാനുള്ളൂ. വൈക്കോലിൽ ഫുള്ളും വലിച്ച് വാരിയിട്ട് അതിൻ്റെ മേലെ മൂത്രമൊക്കെ ഒഴിച്ച് നിരത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അടിച്ചു കൂട്ടി നമ്മൾ വാരിയിട്ട് സൈഡിൽ തൊഴുത്തിൻ്റെ അപ്പുറത്തെ സൈഡ് കൊണ്ട് ഇടും കേട്ടോ. അപ്പോൾ അവന്മാർ ഞാൻ ചെയ്യുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. അതിൽ നടുകഷ്ണം എന്നെ വെറുതെ കുത്താൻ വരുന്നുണ്ട് കേട്ടോ. അവന് ഞാൻ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഏത് സൈഡിലേക്ക് നടക്കണം ആ സൈഡിലേക്ക് കൊമ്പും കുലുക്കിയിട്ട് എന്നെ നേർക്ക് വരും കേട്ടോ. ഉണ്ടോ അവൻ കൊമ്പും കുലുക്കിയിട്ട് വരുന്നത് വേണ്ട. ഞാൻ പക്ഷേ ശ്രദ്ധയോടുകൂടി നിൽക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ചെറിയ പോത്ത് ക്യാമറയൊക്കെ തട്ടി വിട്ടു കേട്ടോ. ഇവിടെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇവിടെ കാക്കും നമ്മൾ പോകുന്ന സമയത്ത് കുറേ വളം വരാനുണ്ടാവില്ല. അതിങ്ങനെ ഒരു വൈക്കോലും നോക്കില്ല കേട്ടോ. പക്ഷെ ഇവിടെ അമ്മയും മകളും ഇഷ്ടംപോലെ വൈക്കോലുണ്ട്. താഴത്തേക്ക് കാലിലേക്ക് കയറ്റിയിട്ട് നിൽക്കുകയാണ്.
ഇവർ പകുതി തിന്നും പകുതിയൊക്കെ നിലത്തുണ്ടാവും. നന്നായിട്ട് അടിക്കണമെങ്കിൽ അടിക്കും. ഈച്ച വരും. അപ്പോൾ പാലും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ തൊഴുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്രം കുട്ടിനെ അങ്ങനെ കുടിച്ചപ്പോൾ വിടുന്നില്ല കേട്ടോ. അവൾ മുറിവാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പേടിയായിട്ട് ചൂല് തന്നെയാണ് ഇരിക്കും. മാറാണ് എന്താ ചൂലിങ്ങനെ എന്താടാ ചൂലിന് താഴെ ഇട്ടു. അവരെന്നെ കുത്താൻ വേണ്ടി വരും. അപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ കുത്താൻ വേണ്ടി വെറുതെ വരികയാണ് കേട്ടോ. ഞാൻ എല്ലാവിടെയും ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലും കൊണ്ട് സൊസൈറ്റിക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോസുമായി ഇനി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും നമ്മൾ ഇടണം എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ബൈ.